വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി. 11:30 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഉള്ള പ്രതിഷേധ മാർച്ചിൽ 300ഓളം പാർലമെന്റ് അംഗങ്ങൾ എംപിമാർ അണിനിരക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. അതേസമയം നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു. ഇന്ന് പാർലമെന്റിലും പ്രതിപക്ഷം വിഷയം ഉന്നയിക്കും. ഇന്നത്തെ പ്രതിഷേധം 11:30 മണിക്ക് പാർലമെന്റിൽ നിന്ന് ആരംഭിക്കും. ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 30 പേർക്ക് കാണാം. 30 പേരല്ലല്ലോ ഞങ്ങൾ എംപിമാരെല്ലാവരും കാണണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് രാവിലെ ഞങ്ങൾ ആലോചിക്കും. നീതിപൂർവമായ സ്വതന്ത്രമായൊരു തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായി പ്രതിപക്ഷം പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇതല്ലാതെ മറ്റൊരു നിർവാഹം ഞങ്ങളുടെ പക്കലില്ല. തെളിവുകൾ വന്ന അതേ നിമിഷം തന്നെ ഒരു വരി കൊണ്ട് ഇത് മിസ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഈ തെളിവുകളെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൽറാം നെടുങ്ങടിയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ ചേരുന്നത്. ബൽറാം, ഒരൊറ്റ മണ്ഡലത്തിൽ ഒരൊറ്റ നിയമസഭാ സെഗ്മെന്റിൽ മാത്രം 1,00,000 ചില്ലുവാനും വ്യാജ വോട്ടുണ്ട് എന്ന ഈ പറയുന്ന തെളിവ് അടക്കം ആരോപണം ഉന്നയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അതിൽ ഏതെങ്കിലും തരത്തിൽ ഫുൾ പ്രൂഫായ മറുപടി ഇതുവരെയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഏതോ ശകുൻ റോയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നോട്ടീസുകൾ പോയതല്ലാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളെ 30 പേരെ കാണാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുന്നത്? ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്താണ്? അതിലുപരി ഈ 300 തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ വലിയ ജനശക്തിയാണ്. ആ ജനശക്തി ഉള്ള പ്രകടനം കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് എന്താണ് ബൽറാം? ഹാഷ്മി, തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തുന്നു. തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നു. അത് പ്രതിരോധിക്കാൻ ഒറ്റ വരിയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ശ്രമിച്ചത്. എന്നാൽ അവിടെ നിന്നും കഴിഞ്ഞ 16 ദിവസമായി പാർലമെന്റ് കവാടത്തിലും നടന്ന പ്രതിഷേധം ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 30 പ്രതിനിധികളെ കാണാം എന്ന് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അത് ആ കൂടിക്കാഴ്ച വേണോ, ഏത് തരത്തിൽ വേണം എന്ന കാര്യത്തിൽ ഇതുവരെയും പ്രതിപക്ഷം തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ യോഗം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ 16 ദിവസത്തെ പാർലമെന്റിന്റെ ഉള്ളിലെ പ്രതിഷേധത്തിന് ശേഷം ഇന്ന് പ്രതിഷേധം പുറത്തേക്ക് എത്തുകയാണ്. ഇന്ന് പാർലമെന്റിൽ നിന്നും രാവിലെ 11:30 ആരംഭിക്കുന്ന മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാർലമെന്റ് പരിസരത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് വിജയ് ചൗക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ബാരിക്കേഡുകൾ നേരത്തെ തന്നെ ഈ ഭാഗം മുഴുവൻ കെട്ടിയടച്ച് ജനങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ നിന്ന് അതിനേക്കാൾ കൂടുതലായ സുരക്ഷ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ഭവൻ പരിസരത്തുള്ള പാർലമെന്റിലേക്കുള്ള ഗേറ്റ് വഴിയാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങാൻ എംപിമാർ നിശ്ചയിച്ചിരുന്നത്. അവിടെയും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ തടയുകയാണെങ്കിൽ ഈ വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. അതിനുശേഷം തടയാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തു വന്നാലും മാർച്ചിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് 300 പ്രതിപക്ഷ എംപിമാരുമുള്ളത്. ആ ഒരു പ്രതിഷേധം തുടരും. അതേസമയം പോലീസ് തടയുകയാണെങ്കിൽ അറസ്റ്റ് വരിക്കാനും തയ്യാറായി തന്നെയാണ് പ്രതിപക്ഷ എംപിമാർ ഈ ഒരു മാർച്ചിന് ഇറങ്ങുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളും നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറിമാരുടെ ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടേതടക്കമുള്ള യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇന്ന് അത്താഴവിരുന്നുണ്ട്. അതിൻ്റെയും അജണ്ട ഈ ഒരു വിഷയത്തിലുള്ള പ്രതിഷേധം കടുപ്പിക്കുക, സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിളിച്ചിരിക്കുന്ന 30 പ്രതിനിധികളെ വിളിച്ചിരിക്കുന്നു. അതിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ എത്തിയിട്ടില്ല. കാണുകയാണെങ്കിൽ 300 അംഗങ്ങളെയും കാണുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു തീരുമാനം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം. വർഷങ്ങളായി ഈ ഒരു ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തെളിവുകൾ പുറത്തുവിടുന്നു. ഇതിന് തുടർച്ചയായി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യസഭയിലെയും ലോക്സഭയിലെയുമായി 300ഓളം എംപിമാർ പാർലമെന്റിൽ നിന്നും മാർച്ച് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചന
നിർവചൻ സദനിലേക്ക് നീങ്ങും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തടയാനുള്ള സർവ്വസന്നാഹങ്ങളും ഡൽഹി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് വരിക്കാനും തയ്യാറാണ് എന്നും, എങ്കിലും വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം, അതിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, തെളിവുകൾ ഉയർത്തിയുള്ള ആരോപണങ്ങൾ, അതിനോട് കൃത്യമായി പ്രതികരിക്കാനോ പരിശോധിക്കാനോ പോലും തയ്യാറാകുന്നില്ല. മിസ്ലീഡിംഗ്, തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റ വരിയിലാണ് രാഹുൽ ഗാന്ധി നിരത്തിയ തെളിവുകളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിരിക്കുന്നത്. കർണാടക ഈ പറഞ്ഞ ശകുണ്ഠറായി 2 വോട്ട് ചെയ്യുന്നതിന് തെളിവെന്താ എന്നൊക്കെ ചോദിക്കുന്നതല്ലാതെ ഫുൾ പ്രൂഫായി ആ ഉന്നയിക്കുന്നതിന്റെ ആരോപണത്തിന്റെ സ്പിരിറ്റിൽ ഏതെങ്കിലും മറുപടി ഏതെങ്കിലും കമ്മീഷൻ പറഞ്ഞിട്ടില്ല. വിനിത വിജു കൂടി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് പറഞ്ഞു. വിനിത ഇവിടെ വോട്ട് ചോരി എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് രാഹുൽ ഗാന്ധി തുറക്കുന്നു. ആ വെബ്സൈറ്റിൽ ഈ 6 മാസത്തെ 40 പേർ ഇടവേളകളില്ലാതെ ഈ പറയുന്ന 7 അടി നീളമുള്ള ടൺ കണക്കിന് പേപ്പർ ടാലി നടത്തിയ അതിൻ്റെ വിവരങ്ങൾ ക്രോഡീകരിച്ച വിവരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ, അതല്ലാതെയുള്ള പ്രചരണം തുടങ്ങാൻ ആലോചിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഈ പറയുന്ന നിർവചന സദനിലേക്കുള്ള 300 എംപിമാരുടെ മാർച്ച്. വിനിത, ട്രാൻസ്പോർട്ട് ഭവന്റെ മുന്നിൽ നമ്മൾ വിനിതയ്ക്ക് പിന്നിൽ ബാരിക്കേഡ് കാണുകയാണ്. അവിടെയും തടയുക, പരമാവധി എംപിമാരുടെ ആ കൂട്ടായ്മയെ മുന്നോട്ടേക്ക് പോകുന്ന തടുക്കുക എന്ന് തന്നെയാവില്ല ഡൽഹി പോലീസിന്റെ പ്രാഥമികമായ ലക്ഷ്യം. വിനീത, ഉറപ്പായും ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വളരെയധികം കൂടുതൽ ബാരിക്കേഡുകളടക്കം ഈ മേഖലകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇവിടെയും എംപിമാരുടെ പ്രതിഷേധത്തെ തടയാൻ തന്നെയാണ് നീക്കം. ഏതാണ്ട് 300ഓളം എംപിമാർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സമയം നമ്മളോടിപ്പോൾ ജോൺ ബ്രിട്ടാസ് ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹവും വളരെ വ്യക്തമായി പറഞ്ഞത്, ഒരു വശത്ത് ഞങ്ങളെ എതിർക്കുമെങ്കിൽ ഞങ്ങൾ മറുവശത്ത് കൂടി ഞങ്ങളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ വഴിയിലൂടെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തു കൂടി വരികയാണെങ്കിൽ ഇവിടെ ശക്തമായും എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലേക്ക് ബാരിക്കേഡുകൾ കൊണ്ട് ഈ മേഖല ആകെ അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളിലേക്ക് പോകുന്നതിന് മറ്റുമുള്ള വാഹനങ്ങൾക്ക് കൃത്യമായി പരിശോധന നടത്തി ആ വാഹനങ്ങളെ മാത്രമാണ് ഇപ്പോൾ ഉള്ളിലേക്ക് വിടുന്നത്. മറുവശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച പൂർണ്ണമായും അടയ്ക്കുകയാണ്. ഒരുപക്ഷെ ഈ മേഖലയിലൂടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി എംപിമാർ എത്തുകയാണ് എങ്കിൽ ഇവിടെ അവരെ തടയുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എംപി അടക്കം പറഞ്ഞത്, ഞങ്ങളുടെ ഇന്ത്യ മുന്നണി ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അത് ഈ സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ ഞങ്ങളെ തടയുകയാണ് എങ്കിൽ ഞങ്ങൾ മറുവശത്ത് കൂടി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 300ഓളം എംപിമാരാണ് ഇന്നത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ തെളിവുകൾ നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലേക്ക് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ തെളിവുകൾ ഒന്ന് പരിശോധിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏജൻസികളും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ആരോപണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ മിസ്ലീഡിംഗ് എന്നൊരു ഒറ്റ വാക്കിലൂടെ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകുന്നത്. അതായത് ഒരു ആൾ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരാൾ ചില തെളിവുകൾ പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും അത് പരിശോധിക്കേണ്ട ഒരു ചുമതല അത് അന്വേഷണ ഏജൻസികൾക്കും ഇത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇല്ലേ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം അത് ഇല്ലാതാകാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങൾ ആരംഭിക്കുന്ന ഒരു പ്രതിഷേധത്തിന്റെ തുടക്കമാണെന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എംപി അടക്കം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഇത്തരത്തിലേക്ക് ബാരിക്കേഡുകൾ കൊണ്ട് ഇവിടെ ആകെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എംപിമാരുടെ മാർച്ച്, പ്രതിഷേധ മാർച്ച് ഈ ഭാഗത്ത് കൂടി വരികയാണെങ്കിൽ, ട്രാൻസ്പോർട്ട് ഭവനിന് മുന്നിലൂടെ വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം പല ലെയറിൽ ബാരിക്കേഡ് വെച്ച് എംപിമാരുടെ മുന്നോട്ടേക്കുള്ള പോക്കിനെ തടയുക എന്നതാണ് ഡൽഹി പോലീസ് ലക്ഷ്യം. അതേ അവർക്ക് ചെയ്യാനുള്ളൂ. അതാണ് അവർക്ക് കിട്ടിയ ഉത്തരവും സ്വാഭാവികം അത് തന്നെയാകണം. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ പറഞ്ഞ നിർവചന സദൻ വരെ എത്താൻ എംപിമാരുടെ കൂട്ടായ്മ കഴിയുമോ എന്ന കാര്യം അറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ കൂടെ മുന്നോട്ട് വെക്കുന്ന സന്ദേശം, താൻ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ മറുപടി വേണമെന്നുള്ളതാണ്. അത് കേവലം ഈ പറയുന്ന രീതി ABCD EFG HIJK LMNO PQRS TUV എന്നൊക്കെ അച്ഛന്മാരുടെ പേരുള്ളവർ 1, 2, 3 അല്ല, ആയിരക്കണക്കിന് അങ്ങനെയാണ്. വീട്ടുപേരിൻ്റെ സ്ഥാനത്ത് വട്ടപൂജ്യം, 2 വട്ടപൂജ്യം, 3 വട്ടപൂജ്യം ഒക്കെ ഉള്ളത് ആയിരക്കണക്കിന് പേരാണ്. അങ്ങനെ ഒറ്റ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിൽ ചില്ലുവാനും വ്യാജ വോട്ടുണ്ട് അല്ലെങ്കിൽ കള്ള വോട്ടുണ്ട് എന്ന കണക്കടക്കം നിരത്തിയാണ് ഇത് വോട്ട് ചോരിയാണ്, വോട്ട് മോഷണമാണ് എന്ന ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. അതിന് ഫുൾ പ്രൂഫായ മറുപടി താ എന്നാണ് രാഹുലിന്റെ ചോദ്യം. ഈസിയത് നൽകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.